Students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഈ സബ്ജക്റ്റിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. ഈ സബ്ജക്റ്റിലെ ഈ ചാപ്റ്ററിലെ ദാറ്റ് ഇസ് സപ്ലൈ. അതിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാം. എന്താണ് സപ്ലൈ എന്നത്, മീനിങ് ഓഫ് സപ്ലൈ 3 മാർക്സിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഡിമാൻഡ് പഠിക്കുന്ന പോലെ തന്നെയാണ് സപ്ലൈൻ്റെ പോർഷൻസും വരുന്നത്. ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റിനുള്ള ആവശ്യകതയാണ്. സപ്ലൈ എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള ആളുകൾക്ക് അത് എത്രത്തോളം എത്തിച്ച് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് സപ്ലൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് സപ്ലൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന ഒരു 3 മാർക്സ് ക്വസ്റ്റൻ ആണ്. സപ്ലൈ മീൻസ് ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി എ ഫേം ഓർ പ്രൊഡ്യൂസർ ഈസ് വില്ലിംഗ് ടു സപ്ലൈ അറ്റ് എ ഗിവൺ പ്രൈസ് ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. അതായത് കൃത്യമായിട്ട് എന്താണ് സപ്ലൈ ചോദിച്ചാൽ ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ ആവശ്യക്കാരിലേക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നതിനെയാണ് എന്ത് പറയുന്നത്, സപ്ലൈ എന്ന് പറയുന്നത്. പ്രൊഡ്യൂസർ ഈസ് വില്ലിംഗ് ടു സപ്ലൈ അറ്റ് എ ഗിവൺ പ്രൈസ്. തന്നിരിക്കുന്ന വിലയിൽ പ്രൊഡ്യൂസർ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി കൊടുത്ത് അത് സപ്ലൈ ചെയ്യാനുള്ള ആ ഒരു പ്രോസസ്സിനെ ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ ഗിവൺ പ്രൈസിൽ ഒരു പ്രൊഡ്യൂസർ വില്ലിംഗ് ആവുക ആ ഒരു പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യാൻ വേണ്ടി. അതിനെയാണ് സപ്ലൈ എന്നുകൊണ്ട് വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് പറയാം ഹൗ മച്ച് ഓഫ് എ ഗുഡ് വിൽ ബി ഓഫേർഡ് ഫോർ സെയിൽ അറ്റ് എ ഗിവൺ ടൈം. തന്നിരിക്കുന്ന സമയത്ത് എത്രത്തോളം ഗുഡ്സ് ആണ് സെയിൽ ചെയ്യാൻ റെഡി ആയിരിക്കുന്നത്, അതിനെയും സപ്ലൈ എന്ന പേരുകൊണ്ട് പറയാൻ പറ്റും. എന്താണെങ്കിലും ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് വിച്ച് പ്രൊഡ്യൂസർ ഓർ സെല്ലർ അഗ്രീസ് ടു സെൽ ഇൻ ദ മാർക്കറ്റ് അറ്റ് എ സർട്ടൻ പ്രൈസ്. ഒരു നിശ്ചിത വിലയിൽ ഒരു മാർക്കറ്റിൽ സെല്ല് ചെയ്യാൻ സെല്ലർ അഗ്രി ചെയ്തിരിക്കുന്നത്, പ്രൊഡ്യൂസറോ സെല്ലറോ അഗ്രി ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സിനെയാണ് സപ്ലൈ എന്ന് പറയുന്നത്. ഇനി ഇത് പഠിക്കണമെങ്കിൽ ഇത് പഠിച്ചെഴുതുകയും ചെയ്യാം, രണ്ടാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും 3 മാർക്സിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ് എന്താണ് സപ്ലൈ. ഇവിടെ നമ്മൾ ഇതേപോലെ ഡിമാൻഡ് എന്താണെന്ന് പഠിച്ചു. ഇനി ഇത് നെക്സ്റ്റ് എസ്സേ ക്വസ്റ്റൻ ആണ്. വാട്ട് ആർ ദ ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ. സപ്ലൈനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു നേരത്തെ. ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുന്ന ഘടകങ്ങൾ എസ്സേ ക്വസ്റ്റൻ ആണ്. അതേപോലെ ഈ ഒരു ചാപ്റ്ററിൽ ഇനി വരാൻ സാധ്യതയുള്ള വേറൊരു എസ്സേ ക്വസ്റ്റൻ ആണ് ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്. ഒരു പ്രോഡക്റ്റിൻ്റെ സപ്ലൈനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്ന് അതിൻ്റെ കമ്മോഡിറ്റിയുടെ പ്രൈസ് തന്നെയാണ്. പ്രൈസ് കൂടുന്തോറും എന്താ സപ്ലൈ ചിലപ്പം ഉണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് ആ കമ്മോഡിറ്റിയുടെ പ്രൈസ് ഫോൾ ചെയ്യാനുള്ള സാധ്യത അവിടെ ഉണ്ട്. കാരണം പ്രൈസ് തന്നെയാണ്, നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി ഡിമാൻഡും അതേപോലെ സപ്ലൈയും. അതിലും ഫസ്റ്റ് പോയിന്റ് പ്രൈസ് തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഇഫ് ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഇൻക്രീസസ് സപ്ലൈ വിൽ ഓൾസോ. ഇത് രണ്ടും പോസിറ്റീവായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. പ്രൈസ് കൂടുമ്പോൾ സപ്ലൈയും കൂടുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി അതുണ്ടാക്കിയെടുക്കാനുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അടുത്തത് പ്രൈസ് ഫാക്ടേഴ്സ് തന്നെയാണ്. പ്രൊഡക്ഷൻ്റെ ആ ഒരു പ്രോസസ്സിൽ എത്രത്തോളം ചിലവ് വരുന്നുണ്ട് എന്നതും സപ്ലൈനെ ബാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. ആൻഡ് ഇതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റുള്ള ഗുഡ്സിൻ്റെ പ്രൈസും ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ സപ്ലൈനെ. അതേപോലെ യൂസ് ചെയ്യുന്ന ടെക്നോളജി ഡിസൈഡ് ചെയ്യുന്നുണ്ട് കമ്മോഡിറ്റിയുടെ സപ്ലൈനെ ബേസ്. കാരണം സിംപ്ലി റെഫേഴ്സ് ദ വേ ഓഫ് കമ്മോഡിറ്റി ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. എങ്ങനെയാണ് ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നും ടെക്നോളജി കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. കാരണം ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ട് ആ കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് അവിടെ സാധിക്കുന്നു. അങ്ങനെ വരുമ്പം സപ്ലൈ നമുക്ക് കൂട്ടാനും സാധിക്കുന്നു. ഇനി തിരിച്ചാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അതിൻ്റെ റിസൾട്ട് ഉണ്ടായിരിക്കാം. പിന്നെ ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ് അടുത്ത ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഗവൺമെൻറ് ഹെവി ടാക്സ് ഒക്കെ ഇമ്പോസ് ചെയ്യുകയാണ് പ്രൊഡക്ഷൻ്റെ മുകളിലെങ്കിൽ സപ്ലൈ കുറയാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുന്ന സമയത്ത് പ്രൊഡ്യൂസർക്ക് അവരുടെ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരികയും അത് ഹൈ കോസ്റ്റ് കാരണം റെഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതല്ലെങ്കിൽ ഗവൺമെൻറ് ടാക്സ് കൺസെഷനൊക്കെ അലൗ ചെയ്യുകയാണെങ്കിൽ സപ്ലൈ കൂടാനുള്ള സാധ്യത ഉണ്ട്. ആറാമത്തെ പോയിന്റിൽ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾക്ക് സാധനങ്ങൾ കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ എത്തിച്ചു കൊടുക്കാനുള്ള ട്രാൻസ്പോർട്ടേഷൻ അഥവാ കമ്മ്യൂണിക്കേഷൻ നല്ല ഡെവലപ്ഡ് കൺട്രി ആണെങ്കിൽ അവിടെ സപ്ലൈ എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാൻ അവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി പ്രൈസ് എക്സ്പെക്റ്റേഷൻ ആണ് അടുത്തൊരു പോയിന്റ്. അപ്പോൾ ഓൾമോസ്റ്റ് സെയിം പോയിന്റുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ കമ്പയർ ചെയ്ത് നിങ്ങൾ പഠിച്ചാൽ മതിയാവും. ദ പ്രൊഡ്യൂസേഴ്സ് ഓർ സെല്ലേഴ്സ് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരിക്കും ഫ്യൂച്ചർ പ്രൈസസ് ഗുഡ്സിനെ എങ്ങനെയാണ് അതിൻ്റെ സപ്ലൈനെ അഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഒരു ഹയർ പ്രൈസാണ് ഭാവിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ വി വുഡ് ടെൻഡ് ടു പോസ്റ്റ്പോൺ ഇറ്റ് സെയിൽ. അതുകൊണ്ട് തന്നെ ആ സെയിലിന് നമുക്ക് എന്ത് ചെയ്യാം,
പോസ്റ്റ്പോൺ ചെയ്യാം, അല്ലെങ്കിൽ അപ്പം സപ്ലൈ ഡിക്രീസ് ചെയ്യും. അല്ലെങ്കിൽ എക്സ്പെക്ട് ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി വിൽ ഫോൾ ഇൻ ഫ്യൂച്ചറിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറയുന്ന തോന്നുന്നെങ്കിൽ ഡെൻ ടു ഇൻക്രീസ് ഇൻ ദെയർ സപ്ലൈ. ഇനി പറഞ്ഞിരിക്കുന്നത് മറ്റുള്ള പ്രൊഡ്യൂസേഴ്സുമായിട്ടുള്ള നമ്മുടെ അഗ്രിമെൻറ്റിനെ കുറിച്ചാണ്. ചില സമയത്ത് കമ്മോഡിറ്റിയുടെ പല പ്രൊഡ്യൂസേഴ്സ് തമ്മിൽ അഗ്രിമെൻറ്റിൽ എത്താറുണ്ട്, അവർ എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതും എത്രത്തോളം സപ്ലൈ ചെയ്യുന്നുള്ളതും. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും അവരുടെ പ്രോഫിറ്റും ഉണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്ഷനെയും സപ്ലൈനെയും ഓരോ ആളുകളും എത്ര ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും, എത്ര സപ്ലൈ ചെയ്യും എന്നത് അവർ തമ്മിൽ തന്നെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടായിരിക്കും അവിടെ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ സപ്ലൈ ഓഫ് കമ്മോഡിറ്റി ഇങ്ങനെ വരുന്ന സമയത്ത് ഡിക്രീസ് ആവാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ പറയുന്നത് നാച്ചുറൽ ഫാക്ടേഴ്സ് ആണ്. നാച്ചുറൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു അഗ്രികൾച്ചറൽ ഗുഡ്സ് ഒക്കെ ആണെങ്കിൽ അത് നമ്മൾ മഴേനെയോ കാലാവസ്ഥേനെയോ അല്ലെങ്കിൽ മണ്ണിൻ്റെ ഗുണം അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഫെസിലിറ്റീസിനെയൊക്കെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം അനുകൂലമാകുമ്പോഴാണ് നമുക്ക് നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാനും സപ്ലൈ ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. തിരിച്ച് ഫ്ലഡോ എർത്ത് പീക്കോ അതേപോലെ ഡ്രൗട്ടൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒരിക്കലും നല്ല രീതിയിൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല, ആൻഡ് ഒപ്പം സപ്ലൈ ചെയ്യാനും സാധിക്കില്ല. ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്കറ്റുകൾ എപ്പോഴും സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ സപ്ലൈ പോലെ നടക്കുന്നത്. അപ്പോൾ ഇത്രയാണ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് ലോ ഓഫ് സപ്ലൈ എന്നുള്ളത് നോട്ട് ചെയ്ത് വയ്ക്കുക, വാട്ട് ഈസ് സപ്ലൈ എന്നുള്ളത് നോട്ട് ചെയ്ത് വയ്ക്കുക, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സപ്ലൈ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇനി പഠിക്കാൻ പോണത് 3 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ലോ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്? ഫസ്റ്റ് ലോ ഓഫ് മാർക്കറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ലോ ഓഫ് ഡിമാൻഡ് ആണ്. സെക്കൻഡ് ലോ എന്നറിയപ്പെടുന്നത് ലോ ഓഫ് സപ്ലൈ ആണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഹൈ പ്രൈസ് ഉണ്ടായിക്കഴിഞ്ഞാൽ സപ്ലയേഴ്സിന് ടു പ്രൊഡ്യൂസ് ആൻഡ് സെൽ മോർ ദ ഗുഡ്സ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ലോ ഓഫ് സപ്ലൈയിൽ പ്രത്യേകിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രൈസ് ഹയർ ആവുമ്പം ക്വാണ്ടിറ്റി വിൽ ബി സപ്ലൈ ചെയ്യുന്നതും ഹയർ ആയിരിക്കും. ലോവർ ആണ് പ്രൈസ് എങ്കിൽ ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നത് ലോവർ ആയിരിക്കും. അതായത് ഇവിടെ ഒരേപോലെയാണ് മൂവ്മെൻറ്റ് വരുന്നത്. പ്രൈസ് കൂടുമ്പം ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നത് കൂടും, പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നത് കുറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ലോ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. അതർ തിങ്സ് റിമെയിൻ കോൺസ്റ്റൻറ്റ്, മറ്റുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ തുടരുകയാണെങ്കിൽ മോർ ഓഫേർഡ് ഫോർ സെയിൽ അറ്റ് ഹയർ പ്രൈസ് ദാറ്റ് അറ്റ് എ ലോവർ പ്രൈസ്. ലോവർ പ്രൈസിനേക്കാൾ കൂടുതലായിട്ട് ഹയർ പ്രൈസിന് ഓഫർ ചെയ്യാൻ അവിടെ സാധിക്കുന്നത്. ഇവിടെ ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ് പ്രൈസും സപ്ലൈയും തമ്മിൽ. കാരണം പ്രൈസ് കൂടുമ്പോൾ എന്ത് കൂടുന്നുണ്ട്? സപ്ലൈയും കൂടുന്നുണ്ട്. പക്ഷെ ഡിമാൻഡിൽ എങ്ങനെയാണ്? ഇൻഡയറക്റ്റ് റിലേഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്താ കുറയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലോ ഓഫ് സപ്ലൈയുടെ അസംഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ ലോ ഓഫ് സപ്ലൈ അസ്യൂം ചെയ്യാനുള്ള കാരണങ്ങൾ? ഒന്ന്, ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും ഇൻകത്തിൽ ഒരു ചേഞ്ച് വരുന്നില്ല എന്നുള്ളത്. ടെക്നോളജിയുടെ ലെവലിൽ ഒരു ചേഞ്ച് വരുന്നില്ല. റിലേറ്റഡ് ഗുഡ്സിൻ്റെ പ്രൈസിൽ ചേഞ്ച് വരുന്നില്ല. പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു മാറ്റം ഇല്ലാണ്ട് തുടരുന്നുണ്ട് അതിൻ്റെ പ്രൈസൊക്കെ. അതേപോലെ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് പ്രൊഡക്ഷനെ ബേസ് ചെയ്തുകൊണ്ട്, പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് റിട്ടേൺസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. ആൻഡ് പ്രൊഡക്ഷൻ ഈസ് ഇലാസ്റ്റിക്. സപ്ലൈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആയിരിക്കുക. അപ്പോൾ ഇത്രയും 6 പോയിന്റുകളെ ബേസ് ചെയ്തുകൊണ്ട് അസ്യൂം ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു ലോ ഓഫ് സപ്ലൈ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്രയും അസംഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ലോ ഓഫ് സപ്ലൈ എന്താണെന്നുള്ളത് 3 മാർക്കിന് ചോദിക്കുക, ഇത് 6 മാർക്കിനും ചോദിക്കാം. അടുത്ത 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഡിമാൻഡിൽ നമ്മൾ പറഞ്ഞ ഡിമാൻഡ് എന്താ? ലോ ഓഫ് ഡിമാൻഡ് എന്താ? ഡിമാൻഡ് ഷെഡ്യൂൾ, ഡിമാൻഡ് കർവ്. അതേപോലെ തന്നെ സപ്ലൈയിലും വരുന്നത്. സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്ലൈയുടെ ഡീറ്റെയിൽസ്, ലോ ഓഫ് സപ്ലൈനെ നമ്മൾ ഒരു സപ്ലൈ ഷെഡ്യൂളിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ സപ്ലൈ കർവിൻ്റെ സഹായത്തോടെയാണ് കാണിക്കുന്നതെങ്കിൽ അതിനെ തന്നെയാണ് സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. സപ്ലൈ ഷെഡ്യൂൾ എന്തിനാണ് ആവശ്യം? ഒരു സപ്ലൈ കർവ് വരയ്ക്കാൻ സപ്ലൈ ഷെഡ്യൂൾ ആവശ്യമാണ്. അപ്പോൾ സപ്ലൈ ഷെഡ്യൂൾ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ടാബുലർ പ്രസൻറ്റേഷൻ. ടേബിൾ ഫോമിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുക കിട്ടുന്ന ഇൻഫർമേഷനെ എല്ലാം, പ്രൈസും ക്വാണ്ടിറ്റി സപ്ലൈഡ് ഓഫ് എ ഗുഡ്സുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഇൻഫർമേഷനും ഒരു ടേബിൾ രൂപത്തിൽ പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തായാലും ഒരു 3 മാർക്സിന് ചോദിക്കുകയാണെന്ന് വെച്ചാൽ എഴുതുക. ഇനി ടൈപ്സ് ഇവിടെ പറയുന്നത് ഡിമാൻഡ് ഷെഡ്യൂളിൽ നമ്മൾ 2 ടൈപ്പ് പറഞ്ഞല്ലോ. ഇൻഡിവിജ്വൽ സപ്ലൈ ഷെഡ്യൂളുണ്ട്, മാർക്കറ്റ് സപ്ലൈ ഷെഡ്യൂളുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, വേറെ ഒന്നും അവിടെ പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് നോക്കാനുള്ളത് എന്താണ് 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ? സപ്ലൈ കർവ് എന്താണെന്നുള്ളത് പറയുന്നുണ്ട്.
അപ്പോൾ വെൻ ദ സപ്ലൈ ഷെഡ്യൂൾ ഷോൺ ഗ്രാഫിക്കലി, എപ്പോഴാണോ നമ്മുടെ സപ്ലൈ ഷെഡ്യൂളിനെ ഗ്രാഫിക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിനെയാണ് സപ്ലൈ കർവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സപ്ലൈ ഷെഡ്യൂളിനെയാണ് സപ്ലൈ കർവ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ എഴുതുക. അതേപോലെ സപ്ലൈ കർവിലൂടെ നമുക്ക് എന്ത് റിലേഷൻഷിപ്പാണ്, പ്രൈസും ക്വാണ്ടിറ്റി സപ്ലൈഡ് ഓഫ് എ കമ്മോഡിറ്റി റിലേഷൻഷിപ്പ് അവിടെ കിട്ടുന്നു എന്നുള്ളതാണ് പറയുന്നത്. പ്രൈസ് എപ്പോഴും വൈ ആക്സിസിലായിരിക്കും ഉണ്ടായിരിക്കുക, അതെപ്പോഴും നോട്ട് ചെയ്യുക. പ്രൈസ് എപ്പോഴും വൈ ആക്സിസിലും ക്വാണ്ടിറ്റി സപ്ലൈഡ് ആയിരിക്കും ഇവിടെ വരിക. മറ്റേത് ഡിമാൻഡ് ആകുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ്, മറ്റേത് ക്വാണ്ടിറ്റി സപ്ലൈഡ് ആണ്. അതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രൈസ് കൂടുമ്പോൾ സപ്ലൈയും കൂടുന്നാണ് പറയുന്നത്. അപ്പോൾ പ്രൈസ് ഇവിടെ കൂടി വരുമ്പോൾ കണ്ടോ, ഇവിടെ 15 രൂപയായിരുന്നു, അപ്പം 5 ക്വാണ്ടിറ്റി ആയിരുന്നു സപ്ലൈ ചെയ്തത്. പക്ഷേ 20 രൂപയായപ്പോൾ അത് 6 ക്വാണ്ടിറ്റി, 25 ആയപ്പോൾ 7 ആയി, 30 ആയപ്പം 8 ആയി. അപ്പോൾ ഇവിടെ പ്രൈസ് കൂടുന്തോറും ക്വാണ്ടിറ്റി സപ്ലൈഡ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുക. പക്ഷേ ഡിമാൻഡ് നമ്മൾ ചെയ്യുമ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു ലൈൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡിമാൻഡ് കർവ് ആണെങ്കിലോ മുകളിൽ നിന്ന് താഴേക്കായിരുന്നു. ഇവിടെ പ്രൈസ് ഇങ്ങനെ കൂടി വരുന്തോറും ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞു വരികയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ പോർഷൻസ് മാത്രം ഒന്ന് പഠിച്ചാൽ മതി ലോ ഓഫ് സപ്ലൈയിൽ. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് മൂവ്മെൻറ്റ്. നമ്മൾ ഡിമാൻഡിൽ പഠിച്ച പോലെ തന്നെ ഇവിടെയും മൂവ്മെൻറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെയും ഷിഫ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, ഇത് മാത്രം പഠിച്ചാൽ മതി. അതായത് സപ്ലൈ കർവിൻ്റെ മൂവ്മെൻറ്റും ഷിഫ്റ്റും എങ്ങനെയാണെന്നുള്ളത്. സപ്ലൈ കർവിലെ മൂവ്മെൻറ്റ്, പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ്, ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ചേഞ്ച് ആവുന്നതിനെയാണ് നമ്മൾ ഡിമാൻഡിൽ പറഞ്ഞ പോലെ തന്നെയാണ്. മൂവ്മെൻറ്റ് പറഞ്ഞാൽ പ്രൈസ് ചേഞ്ച് ആവുന്ന, ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് അല്ലാത്ത മറ്റുള്ള ഫാക്ടേഴ്സ് കൊണ്ട് ചേഞ്ച് ആവുന്നത്. ഇവിടെ മൂവ്മെൻറ്റിനെ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ്, നമ്മൾ അവിടെ പഠിച്ചത് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ്, അതായത് എക്സ്പാൻഷനും കോൺട്രാക്ഷനും. ഇവിടെ പറഞ്ഞത് ചേഞ്ച് ഇൻ സപ്ലൈ ആണ്, അവിടെ നമ്മൾ പറഞ്ഞത് ചേഞ്ച് ഇൻ ഡിമാൻഡ് ആയിരുന്നു. അവിടെ ഇൻക്രീസോ ഡിക്രീസോ ആവുന്നുണ്ട്. പിന്നെ മൂവ്മെൻറ്റ് അപ്വേർഡും ഡൗൺവേർഡും ആവാം, ഷിഫ്റ്റ് റൈറ്റ് വേർഡും ലെഫ്റ്റ് ആവാം. സെയിം തന്നെയാണ് നമ്മൾ മൂവ്മെൻറ്റും അതേപോലെ തന്നെ ഷിഫ്റ്റും അവിടെ ഡിമാൻഡിൻ്റെ പഠിച്ചതിൻ്റെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് വന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുക. മൂവ്മെൻറ്റ് എപ്പോഴും എന്താണ് സെയിം സപ്ലൈ കർവിലായിരിക്കും, പക്ഷേ ഷിഫ്റ്റിൽ എപ്പോഴും പുതിയ സപ്ലൈ കർവ് നമ്മൾ ഡ്രോ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം സെയിം തന്നെയാണ് രണ്ടിൻ്റെയും മൂവ്മെൻറ്റും ഷിഫ്റ്റും വന്നിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് പഠിക്കുക. പിന്നെ നമുക്ക് ഇനി ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ജസ്റ്റ് ഒരു 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി വയ്ക്കുക. എന്താണ് പ്രൈസ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രൈസ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുക ബൈ ദ ഇൻട്രാക്ഷൻ ഓഫ് ഫ്രീ മാർക്കറ്റ് ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അതായത് ഡിമാൻഡിനെയും സപ്ലൈനെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന നയിക്കുന്ന ചില ഘടകങ്ങളിൽ അതിൻ്റെയൊക്കെ ബേസിസിൽ പ്രൈസിനെ ഡിറ്റർമിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത്. നമ്മൾ ഒറ്റയ്ക്കൊരു പ്രൈസ് തീരുമാനിക്കാൾ ഉപരി ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും അവിടെ പ്രൈസിങ് നടത്തുന്നുണ്ടാവുക. അപ്പോൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് എ കമ്മോഡിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത് അതിൻ്റെ ഇക്വിലിബ്രിയം പ്രൈസിൻ്റെ ബേസ്ഡാണ്. അവിടെ 3 കോമ്പോണൻറ്റുകളാണ് പ്രൈസ് മെക്കാനിസത്തിലുള്ളത്. ഒന്ന്, ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ്. 2, ആ പ്രൊഡക്റ്റ് ഡിമാൻഡ്സ് സപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. 3, അതിൻ്റെ പ്രൈസ്. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിനായിട്ട് പ്രൈസ് മെക്കാനിസത്തിൽ വരുന്ന 3 കോമ്പോണൻറ്റ്സ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റിൻ്റെ പ്രൈസും ഡിമാൻഡും സപ്ലൈയും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിസിലായിരിക്കും പ്രൈസ് നിർണ്ണയിക്കപ്പെടുന്നുണ്ടാവുക. ഈ ഒരു പ്രോസസ്സിനെ തന്നെയാണ് പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ 3 മാർക്കിന് ചോദിച്ചാൽ ഈ കാര്യങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും എഴുതി വയ്ക്കുക, പ്രൈസ് മെക്കാനിസം എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞൊരു വാക്ക്, ഇവിടെ ഡിമാൻഡ് സപ്ലൈ ഒക്കെ ഡീറ്റെയിൽ ആയി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ പുതിയൊരു ടേം വന്നാണ് ഇക്വിലിബ്രിയം പ്രൈസ്. എന്താ അപ്പോൾ എന്താ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ റെപ്രസെൻറ്റ് ദ വില്ലിങ്നെസ് ഓഫ് കൺസ്യൂമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ടു എൻഗേജ് ഇൻ ബൈയിങ് ആൻഡ് സെല്ലിങ്. ഒരു പ്രൊഡക്റ്റിന് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവുക, കൂടുതൽ സപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ അവിടെ ബൈയിങ് ആൻഡ് സെല്ലിങ് തമ്മിലൊരു വില്ലിങ്നെസ് ടു കൺസ്യൂമേഴ്സും പ്രൊഡ്യൂസേഴ്സും കൂടുതലായിട്ട് ബൈയിങ് ആൻഡ് സെല്ലിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഒരു പ്രൊഡക്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനൊപ്പം തന്നെ ബയേഴ്സും സെല്ലേഴ്സും ഒരു പെർട്ടിക്കുലർ പ്രൈസിൻ്റെ മുകളിലാണ് എഗ്രി ചെയ്യുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളുണ്ട്, ആ സാധനം ഞാൻ വേറൊരാൾക്ക് സെല്ല് ചെയ്യുന്നത് ഞാൻ പറയുന്ന വില അയാൾക്ക് കൂടിയിട്ട് ഓക്കെ ആകുമ്പോൾ മാത്രമാണ് അവിടെ കച്ചവടം നടക്കുന്നുള്ളൂ. അപ്പോൾ 2 കൂട്ടരും ഇതിൽ തുല്യമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്.
അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 3 മാർക്സിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. വീണ്ടും ഇക്വിലിബ്രിയം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് മാർക്കറ്റ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ബാലൻസ് ഈച്ച് അതർ. ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അതിൻ്റെ ഡിമാൻഡും സപ്ലൈയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അതിനെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം ഉണ്ടാവുന്നതിൻ്റെ ഫലമായിട്ട് എപ്പോഴും പ്രൈസസ് സ്റ്റേബിൾ ആക്കി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. ജനറലി അതായത് നമുക്കിപ്പോൾ കുറേ സാധനങ്ങൾ കയ്യിലുണ്ട്. അപ്പോൾ അതെല്ലാവരും ഇങ്ങനെ വലിച്ചു വാരി നമ്മളെ സപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും, പ്രൈസസ് അത് കുറയാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഒരുപാട് സാധനം വിപണിയിൽ കിടക്കുകയാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ, ആളുകളൊന്നും വാങ്ങിക്കാനില്ല. അപ്പോൾ അതിൻ്റെ പ്രൈസ് താഴും. പക്ഷെ നല്ല ഡിമാൻഡാണ് ഉണ്ടാകുന്നതെങ്കിലോ അവിടെ അണ്ടർ സപ്ലൈ ആയിരിക്കും. നമുക്ക് എല്ലാവരുടെയും ഡിമാൻഡിനനുസരിച്ചിട്ട് എത്തിക്കാൻ പറ്റിക്കോളന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ പ്രൈസ് കൂടാനുള്ള സാധ്യത ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഡിമാൻഡ് അവിടെ കുറയാനുള്ള ഒരു ചാൻസിലേക്ക് പോവുകയാണ്. കാരണം പ്രൊഡക്റ്റിന് നല്ല ഡിമാൻഡ് ഉണ്ട്, പക്ഷെ നമുക്ക് അതിനനുസരിച്ച് എത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവിടെ പ്രൈസ് കുറയും. പക്ഷെ നല്ല ഡിമാൻഡ് ഉണ്ടാവുകയും നമുക്കവിടെ സാധനം എത്തിക്കാൻ കഴിയുന്നുമില്ലെങ്കിൽ എന്താവും, പ്രൈസുകളും എല്ലാം കൂടാൻ തുടങ്ങും. കാരണം വിചാരിച്ച ആളുകൾക്ക് വേണ്ടത്ര നമുക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പറ്റാതെ വരുമ്പം സാധനത്തിൻ്റെ വില എവിടെ ഉയരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഉയരാൻ ചാൻസ് കൂടി ഉയരുമ്പോൾ എന്താവും, പിന്നെ ആ ഡിമാൻഡ് തന്നെ അവിടെ കുറയുന്നതായിരിക്കും. അപ്പോൾ ഇതിനെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയത്തിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്. ആ മൊബൈൽ ഫോൺ 1,00,000 രൂപയാണ് വില എന്ന് വിചാരിക്കാം. അത് വാങ്ങാനായിട്ടൊരു ബയ്യർ വരുന്ന സമയത്ത് അയാളുടെ കയ്യിൽ 75,000 ഉള്ളൂ വില. അപ്പോൾ അവർ തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്യുകയാണ്. 1,00,000 നിന്ന് കുറച്ചുകൂടെ ഇത്ര രൂപ എൻ്റെ കയ്യിലുള്ളൂ, ഇതിനനുസരിച്ച് വാങ്ങിക്കാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി അവസാനം 75,000-നാണ് ആ ഒരു കച്ചവടം നടപ്പിലാക്കുന്നതെങ്കിൽ അതിനെ തന്നെയാണ് എന്ത് പറയുന്നത്, ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു എക്സാമ്പിൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഐഫോൺ 1,00,000-ൻ്റെ ഉണ്ട്, പക്ഷേ നമ്മളോട് വാങ്ങിക്കാൻ വരുന്ന ആൾക്ക് 1,00,000 പേ ചെയ്യാൻ പറ്റില്ല. അവരുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞ് സംസാരിച്ചിട്ട് അവരതിൻ്റെ വില 75,000 കുറച്ച് കൊടുക്കുകയാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഇയാൾ ആ പ്രോഡക്റ്റ് അവിടെ വാങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ രണ്ട് കൂട്ടരും ഒരു വിലയിൽ അഗ്രി ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് അറ്റ് ദ പ്രൈസ് ദ സെല്ലർ ഈസ് റെഡി ടു സെൽ ആൻഡ് ദ ബയർ ഈസ് പ്രിപ്പയർഡ് ടു ബൈ. ഏത് റേറ്റിലാണോ അല്ലെങ്കിൽ ഏത് പ്രൈസിലാണോ സെല്ലർ വിൽക്കാൻ റെഡിയാവുന്നതും ബയ്യർ വാങ്ങാൻ റെഡിയാവുന്നതും ആ ഒരു പ്രൈസിനെ തന്നെയാണ് എന്ത് പറയുന്നത്, ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റും അതിൽ എഴുതി വെക്കാവുന്നത്. ഇറ്റ് ഈസ് അറ്റ് ദിസ് പ്രൈസ് ദ സെല്ലർ ഈസ് റെഡി ടു സെൽ. ഏതൊരു പ്രൈസിലാണോ സെല്ലർ വിൽക്കാൻ റെഡിയാവുന്നതും ബയ്യർ വാങ്ങാൻ റെഡിയാവുന്നതും അതേ തന്നെയാണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം പ്രൈസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്, ആ പ്രൈസ് ഇക്വിലിബ്രിയത്തിലേക്ക് വരാൻ അതിന് സഹായിക്കുന്ന ഘടകം എന്ന് പറയുന്നതും പ്രോഡക്റ്റിന് മാർക്കറ്റിലുള്ള ഡിമാൻഡും സപ്ലൈയും കൂടി ബേസ് ചെയ്തിട്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഡിമാൻഡ് എപ്പോഴും ഫോഴ്സ് ചെയ്യുന്നത് ആരുടെ ഭാഗത്തുനിന്നാവും, ബയ്യറുടെ ഭാഗത്തുനിന്നാവും. സപ്ലൈ എപ്പോഴും ഫോഴ്സ് ചെയ്യുന്ന ആരുടെ ഭാഗത്തുനിന്നാവും, സെല്ലറുടെ ഭാഗത്തുനിന്നായിരിക്കും. അപ്പോൾ ഈ പ്രോസസ്സിലൂടെ ഇക്വിലിബ്രിയം പ്രൈസ് ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നു. ഇത് തന്നെയാണ് പ്രൈസ് മെക്കാനിസം എന്ന് അറിയപ്പെടുന്നതും. അപ്പം നമ്മളിവിടെ പറഞ്ഞല്ലോ, പ്രൈസ് മെക്കാനിസം പറഞ്ഞാൽ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുക ഏതിലൂടെ, ഡിമാൻഡ് ആൻഡ് സപ്ലൈയിലൂടെ. ആ ഒരു പ്രോസസ്സാണ് പ്രൈസ് മെക്കാനിസം. അപ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആണ്. ആ ഒരു കണക്ഷൻ മനസ്സിലാക്കി തന്നെ പഠിച്ചു പോകുക. പ്രൈസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതും എന്താണ് ഇക്വിലിബ്രിയം എന്നുള്ളതും ആ ഒരു ഇക്വിലിബ്രിയം പ്രൈസ് എന്താണെന്നൊക്കെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ നമ്മളിപ്പം ഈ ഒരു ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ടത് എന്താണ് സപ്ലൈ എന്നുള്ളതിൻ്റെ മീനിങ് പഠിച്ചോളുക. സപ്ലൈയുടെ ഫാക്ടേഴ്സ് ഡിറ്റർമിൻ ചെയ്യുക എസ്സേ ക്വസ്റ്റ്യനാണ്. നിർബന്ധമായിട്ടും ഡിമാൻഡ് പോലെ തന്നെ നമുക്ക് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. അതുപോലെ ലോ ഓഫ് സപ്ലൈ 3 മാർക്സ് നോക്കുക, 6 മാർക്കിന് അസംഷൻസ് നോക്കുക, 3 മാർക്സിൻ്റെ വാട്ട് ഈസ് സപ്ലൈ ഷെഡ്യൂൾ വരാം. അത്രയേ ഉള്ളൂ. അവിടെ അത് മാത്രം നോക്കിയാൽ എന്താണ് സപ്ലൈ കർവ് എന്നുള്ളതും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. കാരണം ഇതെല്ലാം ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അത് കർവായി മാറി. ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ടാബുലർ ഫോമിൽ നമ്മൾ ആ സപ്ലൈ ഷെഡ്യൂളിൽ കാണിക്കുകയാണ്. ടാബുലർ ഫോമിൽ കാണിക്കുന്നതിനെയാണ് സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്ര അവിടെ നോക്കിയാൽ മതി, വേറെ ഒന്നും അവിടെ പഠിക്കേണ്ട. പിന്നെ അവിടെ മൂവ്മെൻറ്റും ഷിഫ്റ്റും ക്വാണ്ടിറ്റി സപ്ലൈഡിൽ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് നോക്കിയാൽ ഓൾമോസ്റ്റ് നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ പറയുന്ന പോലെ തന്നെയാണ്. ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് 3 മാർക്സിനൊക്കെ നോക്കാനുള്ളത് എന്താണ്, പ്രൈസ് മെക്കാനിസം എന്താണെന്നുള്ളതും ഇക്വിലിബ്രിയം എന്താണെന്നുള്ളതും ഒന്ന് പഠിക്കുക. അത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വേറെ
ബാക്കി കാര്യങ്ങളോ ഗ്രാഫോ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ ചുരുക്കി തന്നെ എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സാമിന് വരാൻ സാധ്യതയും മാർക്കുകളും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓരോ ടോപ്പിക്കും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ അത് പഠിക്കുക. ഒന്നാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് എക്കണോമിക്സിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറയുന്നതാണ്, കോൺസെപ്റ്റിനെ പറയുന്നതാണ്. അപ്പോൾ അതിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ഡിമാൻഡും സപ്ലൈയും. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ധാരാളം ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.